നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റിയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ, LKG പഠിച്ചവർ വരെ ഉണ്ട്. ഏതൊക്കെയാണ്? അയൺ, കൊബാൾട്ട്, നിക്കൽ ഒക്കെയാണ്. അയൺ, കൊബാൾട്ട്, നിക്കൽ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. നമുക്ക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ആറ്റം എടുക്കുക. ഫെറോ ആരെ പോലെ തന്നെ പാരയായിട്ട് സിമിലർ ആണ്. അപ്പോൾ ആൾമോസ്റ്റ് അതുപോലെയൊക്കെ ഇരിക്കും പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക്കിൻ്റെ ഒരു ആറ്റം എടുക്കുക. ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഇതിൻ്റെ ഈ ആറ്റംസ്, അപ്പോൾ ഇതിനെന്തുണ്ട്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് ആറ്റത്തിന്. അപ്പോൾ ഓരോ ആറ്റം എന്താണ്? ഓരോ ഡൈപോളാണ്. അപ്പോൾ ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഓരോ ആരോ മാർക്ക് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാം, നോക്കൂ. ഇതൊരു എന്ത് മെറ്റീരിയലാണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് കേട്ടോ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ഓരോ ആറ്റവും നോക്കൂ. ഓരോ ആറ്റവും ഇതാ ഇങ്ങനെ ഇതുണ്ട്. ഈ ഓരോ ആരവും എന്താണ്? ഓരോ ആറ്റത്തിനെയാണ്. ഇതിങ്ങനെ ഓരോ സംഭവം ഫോം ചെയ്യും. കണ്ടോ, ആറ്റംസ് ഇങ്ങനെ അലൈൻ ചെയ്ത് ഇതുപോലെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നോക്കിയാൽ അതിനകത്ത് ആറ്റംസ് ഇതുപോലെ അലൈൻഡ് ആയിരിക്കും. ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഫോം ചെയ്തിരിക്കും. ഈ ഓരോ ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ. എന്താണ്? ഡൊമൈൻ ഫോം ചെയ്തിരിക്കും. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ ആറ്റംസ് എന്ത് ഫോം ചെയ്തിരിക്കും? ഡൊമൈൻ ഫോം ചെയ്തിരിക്കും. ഈ ഒരു ഡൊമൈൻ്റെ അകത്ത് അറൗണ്ട് 10⁻11 ആറ്റംസ് കാണും. ഒരു ഡൊമൈൻ്റെ അകത്ത് 10⁻11 ആറ്റംസ് എബൌട്ട് കാണും. ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഇനി അടുത്തത്, ഈ ഡൊമൈൻ എന്ന് പറയുന്നത് ചെറുതല്ല. ഇതിൻ്റെ ഓരോന്നിൻ്റെ സൈസ് അറൗണ്ട് 1 മില്ലിമീറ്റർ വരും. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് മൈക്രോസ്കോപ്പിക് ആണോ മാക്രോസ്കോപ്പിക് ആണോ? മാക്രോസ്കോപ്പിക് ആണ്. ഓർത്തോണം, മൈക്രോ അല്ല. മൈക്രോ ആണെങ്കിൽ അതിനേക്കാളും ചെറുതായിരുന്നേ. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഇത് ഓരോന്നും ഒരു ഓളിയമാണ് ഫോം ചെയ്യുന്നത്. ഒരു മാക്രോസ്കോപ്പിക് ഓളിയമാണ് ഫോം ചെയ്യുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? മാക്രോസ്കോപ്പിക് ഓളിയമാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഓളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡൊമൈൻ എന്ന് പറഞ്ഞത്. ഒരു ഡൊമൈൻ്റെ അകത്ത് 10⁻11 ആറ്റംസ് അറൗണ്ട് ഉണ്ടാവും. ഇനി ഡൊമൈനിൻ്റെ മാക്രോസ്കോപ്പിക് ഓളിയം അതിൻ്റെ കാരണം എന്താണ്? ഈ ഓരോ ഡൊമൈനും 1 mm സൈസെങ്കിലും കാണും. ഇനി ഈ ഒരു ഡൊമൈനെ നിങ്ങൾ കണ്ടോ? ഈ ഡൊമൈന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അവിടെ ഇരുന്നിട്ട് ഉണ്ടായിക്കോട്ടെ, അതിനെ ഞാൻ M1 എന്ന് വിളിക്കും. ഇനി ഇവനും കാണും, അത് M2 എന്ന് വിളിക്കുന്നു. ഇവനും കാണും, M3 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓരോ ഡൊമൈനും ഓരോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഡൊമൈനും ഓരോ മാഗ്നറ്റൈസേഷൻ ഉണ്ട്. എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഇനി അപ്പോൾ ഈ മെറ്റീരിയൽ മൊത്തം എടുത്തു. ഈ മെറ്റീരിയൽ മൊത്തം എടുത്താൽ ഈ മെറ്റീരിയലിൻ്റെ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഈ മൊമെന്റുകളെല്ലാം കൂടെ വെക്ടോറിയലി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെറ്റീരിയലിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയലിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ആരുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു? ഡയയുടെയും പാരയുടെയും പ്രാർത്ഥന ഫലിച്ചു. ആ രണ്ട് മെറ്റീരിയലിന് എന്തില്ല? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. ഇവനിപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുകയായിരുന്നു. ദൈവം സഹായിച്ച് ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയലിന് എന്തില്ല? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. ഇങ്ങനെയുള്ള ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ എടുത്ത് നിങ്ങളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. അപ്പോൾ ഇതിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചു കേട്ടോ. ഫീൽഡിൽ വെച്ചാൽ ഈ ഡൊമൈൻസ് എല്ലാം പൊളിഞ്ഞിട്ട് ആറ്റംസ് എല്ലാം ഒരേപോലെ അലൈൻഡ് ആവും. കണ്ടോ, ആറ്റംസ് എല്ലാം ഒരേപോലെ അലൈൻഡ് ആയി. കണ്ടോ, ഡൊമൈൻ എല്ലാം പൊളിഞ്ഞിട്ട് അലൈൻഡ് ആയി. കണ്ടോ, അപ്പോൾ ഈ മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും എക്സ്റ്റേണൽ ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ. അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് ആരുടെ ബിഹേവിയർ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെടുത്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചാലുള്ള പ്രത്യേകതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം എടുത്തത് ഡയ, രണ്ടാമതെടുത്തത് പാര, മൂന്നാമതെടുത്തത് ഫെറോയ. അപ്പം ആരെ എടുത്താലും ആ മെറ്റീരിയലിന് എന്തില്ല? മെറ്റീരിയലിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. എക്സ്റ്റേണൽ ഫീൽഡിൽ വയ്ക്കുമ്പോൾ എല്ലാവർക്കും എന്ത് കിട്ടും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഇനി ഡയ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിട്ടുന്നത്.
പാരയും ഫെറോയും ആണെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് എം കിട്ടുന്നത്. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. സോ വി വെയർ ഡിസ്കസിങ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അയൺ, കോബാൾട്ട്, നിക്കൽ എക്സെട്ര നമുക്കറിയാം. ഇനി യു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് എ ferromagnetic material in external magnetic field. You consider a ferromagnetic atom. So you consider an atom of ferromagnetic material. Its magnetic dipole moment is equal to 0 ആണോ? ആറ്റത്തിൻ്റെ magnetic dipole moment is not equal to 0. So each atom has a magnetic dipole moment. Each atom has എന്താണ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈച്ച് ആറ്റം ഹാസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇനി മെറ്റീരിയൽ എടുക്കുന്നു, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുന്നു. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ ദീസ് ആറ്റംസ് interact and they form what? A macroscopic oleum. They form a macroscopic oleum. Okay, macroscopic oleum called domain. Then what is the size of domain? About 1 millimeter. How many atoms are there in domain? 10 raised to 11 atoms are there in one domain. Okay, so these are the domains, no problem. So this domain formation you can note in ferromagnetic material. Okay, then when this ferromagnetic material is placed in an external field, what happens? So when ferromagnetic material is placed in an external field, see, this domains are broken, atoms are aligned in a common fashion. Atoms are aligned in a common fashion. So the material develops a magnetic dipole moment in the same direction of external field. So field lines are strongly attracted. Field lines are highly concentrated. അപ്പം നമ്മൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഇരിക്കുന്നത്. ഇതാരാണ്? ഫെറോ. ഒരു എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ ഫീൽഡ് ലൈനിനെയും ഇവൻ അടിപൊളിയായിട്ട് അകത്തേക്ക് വലിക്കും. അപ്പോൾ എല്ലാ ഫീൽഡ് ലൈനും ഇതിൻ്റെ അകത്തൂടെ കയറി പോകും. സോ ദിസ് ഈസ് എ പിക്ചർ ഷോയിങ് ദ ബിഹേവിയർ ഓഫ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എന്തെങ്കിലും പ്രയാസം എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് വൺസ് അഗൈൻ. സി, യു കൺസിഡർ ആൻ ആറ്റം ഓഫ് ferromagnetic material. It will have a magnetic dipole moment. But these atoms interact themselves and form a macroscopic oleum called domain. Each domain is of size 1 mm and contains about 10 raised to 11 atoms. Then magnetic dipole moment varies from domain to domain. ഓരോ ഡൊമൈൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിഫറെൻ്റ് ആണ്. But the net magnetic dipole moment of the material will be 0. Net magnetic moment of the material will be 0. When this material is placed in an external field, the atoms are aligned in a common fashion. Material gets a magnetic dipole moment in the same direction of external field. So field lines are strongly attracted. Field lines are highly concentrated. This is a behavior of what? Ferromagnetic material in an external magnetic field. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So what about the thing? See, സമ്മറിയാണ് ഞാൻ പറയുന്നത്. See, I am giving you a diamagnetic, paramagnetic, ferromagnetic material. So what about the magnetic dipole moment of the material? In all cases, the material has 0 magnetic dipole moment. When placed in an external magnetic field, all materials will get magnetic dipole moment. In the case of dia, it is in the opposite direction of external field. In the case of para and ferro, it is in the same direction of external field. Is it clear? അപ്പോൾ പറയൂ. So you consider one atom of a ferromagnetic material. It will have a magnetic dipole moment. These atoms align themselves and form a macroscopic oleum called domain. Each domain is of size 1 mm and contains about 10 raised to 11 atoms. Magnetic dipole moment varies from domain to domain. So net magnetic dipole moment of the material will be 0. When this material is placed in an external magnetic field, magnetic dipole moment, the alignment changes
Atoms are arranged in a common fashion. Material gets a net magnetic dipole moment in the same direction of external field. So field lines are attracted, field lines are concentrated. Am I right? അപ്പോൾ ഇത്രയേ ഉള്ളൂ ആരെയൊക്കെ പറ്റി, പാരയുടെയും ഫെറോയുടെയും ഡയയുടെയൊക്കെ എക്സ്റ്റേണൽ ഫീൽഡിലുള്ള ബിഹേവിയർ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചോളണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമ്മുടെ ഈ ഡൊമൈൻസിൻ്റെ ഇടയ്ക്കുള്ള വോൾസിനെ, ഡൊമൈൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന വോൾസിനെ ബ്ലോക്ക് വോൾസ് എന്ന് പറയും. എന്താ പറയുക? ബ്ലോക്ക് വോൾസ്. ബൗണ്ടറീസ് ഓഫ് ഡൊമൈൻ ആർ നോൺ ബൈ ദ നെയിം ബ്ലോക്ക് വോൾസ്. ഓർത്ത് വെച്ചോണം, ബൗണ്ടറീസ് ഓഫ് ഡൊമൈൻസ് ആർ നോൺ ബൈ ദ നെയിം ബ്ലോക്ക് വോൾസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. ഓക്കെ.